ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് വെള്ളാങ്കല്ലൂരാണ്. അവിടെ ഒരു 2750 സ്ക്വയർ ഫീറ്റ് ഈ കാണുന്ന ലക്ഷറി വീടും 33 സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല റിച്ച് ഏരിയയിലാണ് വീട് ഉള്ളത്. സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 90 അടിയോളം ടാറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഈ 90 അടി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ് ബാക്കിലും ഇതിൻ്റെ ഫ്രണ്ടേജ് വരണം കേട്ടോ. ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു 10-12 സെൻറ്റ് സ്ഥലം ഫ്രണ്ടിൽ തന്നെ സ്പേസ് ഉണ്ട്. വീട് കണ്ടില്ലേ, ഇത് 2 നിലയല്ല, ഒറ്റ നിലയായിട്ടാണ് വീട് വന്നേക്കുന്നത്. 2750 സ്ക്വയർ ഫീറ്റ്. നല്ലൊരു പാസേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ഫ്രണ്ടിൽ തന്നെ ഒരു 6 തൂണ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല മോഡേണായിട്ട് നല്ല 6 തൂണുണ്ട്. ചുറ്റും മതിൽക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീടാണ് കേട്ടോ. നല്ലൊരു അന്തരീക്ഷത്തിലാണ് വീടുള്ളത്. അത്യാവശ്യം എല്ലാവിധ ഫലവൃക്ഷാദികളും ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പാസേജ് കണ്ടില്ലേ, നല്ല പാസേജ് ഉണ്ട്. നല്ലൊരു ഫങ്ഷൻ നടത്താൻ പറ്റിയ ഒരു ഇതുണ്ട്, സ്ഥലമുണ്ട് ഫ്രണ്ടിൽ. ഇനി നമുക്ക് നേരെ ലിവിങ് റൂമിലേക്ക് കിടക്കാം. ഇത് കിടക്കുന്ന ലിവിങ് റൂം ഫസ്റ്റത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ലിവിങ് റൂം. അവിടുന്ന് വീണ്ടും നമ്മൾ ഹാളിലേക്ക് കിടക്കണം. ഹാളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 ഹാളാട്ടോ. നല്ല വലിപ്പമുള്ള ഹാളാണ്. ഈ ഹാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കണ്ടില്ലേ, ഇവിടെ നടുത്തളം ഉണ്ട്. ഈ നടുത്തളത്തിൻ്റെ മുകൾ ഭാഗം ഓപ്പണാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, അവിടുന്ന് മഴവെള്ളം നേരെ നമുക്ക് ഈ നടുത്തളത്തിലേക്ക് വീഴാവുന്ന രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് ഹാളിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡൈനിങ് സ്പേസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നല്ല ഓപ്പൺ കിച്ചൺ, നല്ല ഓപ്പൺ കിച്ചൺ ആണ്. പുറം നാട്ടിലൊക്കെ ഉള്ള പോലത്തെ നല്ല മോഡേണായിട്ട് ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വാഷ്റൂമും വാഷ് ബേസിനും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിന് ടോട്ടലി 4 ബെഡ്റൂംസാണ് വരുന്നത്. 4 ബെഡ്റൂംസ് വരുന്നത്. ഇത് ഫസ്റ്റ് ബെഡ്റൂം. അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഡ്രസ്സിങ് സ്പേസ് ഉണ്ട്. പിന്നെ ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്ക് സെക്കൻഡ് ബെഡ്റൂം പോകണം. ഇത് സെക്കൻഡ് ബെഡ്റൂം. ഇതിനും അറ്റാച്ച്ഡ് ഡ്രസ്സിങ് റൂമും വാഷ്റൂമും അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകണം. അവിടെ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. മൂന്നാമത്തെ ബെഡ്റൂം ഒക്കെ നല്ല വലിപ്പമുള്ള റൂംസുകളാണ് കേട്ടോ. ഓക്കെ, അതിനും അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കണം. 4 ബെഡ്റൂംസാണ് ടോട്ടൽ ഇതിൽ വരുന്നത്. അതിനും അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ. സീലിങ് നല്ല ഹൈറ്റിലാണ് കൊടുത്തേക്കണത്. നമ്മുടെ ഒരു ഫ്ലോറുള്ള കാരണം നല്ല ഹൈറ്റിൽ സീലിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണാം നമുക്ക്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഒന്ന് ലൈക്കും ചെയ്തോളൂ. കാരണം നമ്മുടെ ഒരുപാട് പ്രോപ്പർട്ടീസുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാൻ പറ്റും.
ചെറുതും വലിയതൊക്കെ ആയിട്ട് കൊമേഴ്സിലൊക്കെ ആയിട്ട് കേട്ടോ. ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ. ഇത് ബാക്ക് സ്പേസ്, ബാക്ക് ഉണ്ടില്ലേ, ബാക്കിലും ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബാക്കിലേക്കും നന്നായിട്ട് സ്ഥലമുണ്ട്. ഒരുവിധ എല്ലാവിധ ഫലവൃക്ഷാദികളും ഇതിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോർ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കൺസീൽഡ് ആക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ചെയ്തേക്കണേ. ഈ സ്റ്റെയർ കണ്ട ഇവിടുന്ന് അതിനുള്ള ഫൗണ്ടേഷനിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ റൂംസൊക്കെ എടുക്കാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1,50,00,000, 1.5 CR ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. വലുതായിട്ടല്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 33 സെൻറ്റ് ഉണ്ട്. പിന്നെ ഇവിടുന്ന് പള്ളി, സ്കൂള് ഇതൊക്കെ നമുക്ക് തൊട്ട് അടുത്ത് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട്. അപ്പോൾ ആരും മിസ്സാക്കണ്ട. ഒരു നല്ല ലക്ഷറി വീട് മേടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ. ഇത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇഷ്ടിക കൊണ്ട് ഇവർ നിർത്തി പണിയിപ്പിച്ചേക്കണ വീടാണ് കേട്ടോ. അല്ലാണ്ട് കോണ്ടാക്റ്റ് കൊടുത്തേക്കണ വീടല്ല. ഇവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഇവർ നിർത്തി പണിയിപ്പിച്ചതാണ്. ഇവരെല്ലാവരും പുറത്തേക്ക് പോവാണ്. ഇപ്പോൾ ഇനി ഇവിടെ വീട് ആവശ്യമില്ല, ഇവർക്ക് ഓൾറെഡി വേറെ വീടുണ്ട്. അതുകൊണ്ടാണ് ഇത് സെയിൽ ചെയ്യണത് കേട്ടോ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.